എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഓൺലൈൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഓൺലൈൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു ഓപ്പൺ കോൺവെർസേഷൻ ആയിട്ട് എടുക്കുക. അതിന്റെ കൂടെ നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളതെന്ന് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ബിക്കോസ് നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഓരോരുത്തർ വീഡിയോ കാണുമ്പോൾ തന്നെ കമന്റ് കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നതെന്നുള്ള കാര്യം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചാലും ഓൺലൈൻ ആയിട്ട് പഠിച്ചാലും ജോലി കിട്ടണം എന്ന് വിചാരിക്കേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെയാണ്, അല്ലെ? നമ്മളുടെ പഠനം ഓഫ്ലൈനിൽ പഠിച്ചാലും ഓൺലൈനിൽ പഠിച്ചാലും നിങ്ങളുടെ ഒരു എഫേർട്ടും നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ മാത്രമായിരിക്കും നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാം. നമുക്ക് AZB അക്കാഡമിക്ക് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമും ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അതില് നമ്മൾ ഓൺലൈൻ ക്ലാസ് വെച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒന്ന് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പൊ അതായത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണ്. രാവിലെ 10 മണി തൊട്ട് 1 മണി വരെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓൺലൈനില് കുട്ടികൾക്ക് നമുക്ക് ഡെയിലി ഒരു ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. Day 1, Day 2 അങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ഓരോ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ Day 1 അവർക്ക് പഠിക്കാനായിട്ടുള്ള ക്ലാസ്സസ് 3 ക്ലാസ് ഉണ്ടാകും. നമ്മളുടെ സിലബസ് അനുസരിച്ചിട്ട് 3 ക്ലാസ് ഉണ്ടാകും. SCRT ക്ലാസ് ഉണ്ടാകും, അതുപോലെ അതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഇത് സെയിം പാറ്റേൺ തന്നെ നമ്മൾ ടൈം ടേബിൾ പ്രകാരമാണ് നമ്മുടെ ഓഫ്ലൈൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓൺലൈനിലേക്ക് വരുമ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വിചാരിക്കേണ്ട ഒരു കാര്യം, കൺസിസ്റ്റൻസിയുടെ കൂടെ തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം, കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി എന്താ ഉദ്ദേശിക്കുന്നത്? Day 1 പഠിച്ചു, അതിനുശേഷം Day 2 പഠിക്കുന്നില്ല, Day 5 വീണ്ടും എടുത്ത് പഠിക്കുന്നു, അങ്ങനെയല്ല. നമ്മൾ റെഗുലർ ആയിട്ട് ഒരു പഠന മെത്തേഡ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം, ടൈം ടേബിൾ ഉണ്ടാവണം, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വേണം. അതിന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓഫ്ലൈനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമും നമ്മുടെ വണ്ടിക്കൂലിയും നമ്മുടെ ടൈം വെച്ച് നോക്കുമ്പം കുറച്ചുകൂടി എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓഫ്ലൈനിൽ ഓൺലൈനിലേക്ക് വരുമ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് വർക്കിംഗ് അമ്മമാർ, കുഞ്ഞു കുട്ടികളുള്ളവര്, വർക്ക് ചെയ്യുന്നവര്, വീട്ടമ്മമാർ, ഇവർക്ക് വെളിയിൽ പോയിട്ട് പഠിക്കാനൊരു സാഹചര്യം ഇല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് തന്നെ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് എവിടെ ഇരുന്നും പഠിക്കാൻ പറ്റുന്ന ഓഫ്ലൈനിന്റെ പഠന മെത്തേഡ്, ഓൺലൈൻ മെത്തേഡ് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ കുട്ടികൾ യാത്ര ചെയ്തും അതുപോലെ അവർക്ക് കിട്ടുന്ന ടൈം, ആ ഒരു ടൈം നമുക്ക് ഓൺലൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ് ഞാനിവിടെ കാണിച്ചു തന്നു. എന്താണ്, നമ്മൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും, ലൈവ് ക്ലാസ്സസും ഉണ്ടാവും, അല്ലെ? അപ്പൊ റെക്കോർഡഡ് ക്ലാസ് എന്ന് വരുമ്പം നിങ്ങളിവിടെ നോക്കിക്കേ, നമുക്ക് Day 1 നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് അടിച്ച് ഒരു ക്ലാസ് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അത് ക്ലാസ് കാണാം. അതുപോലെ തന്നെ അത് ക്ലാസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം, അതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്ലാസ് കണ്ട് മോക്ക് അറ്റൻഡ് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 21 തൊട്ടുള്ള PYQs ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം, മാക്സിമം മോക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾ പഠിച്ചത് മറ്റാരേക്കാളും നിങ്ങൾക്ക് സെൽഫായിട്ട് ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക്, അല്ലെ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ആൻഡ് അനാലിസിസ് ഞാൻ പറഞ്ഞു ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ ഏതൊരു കോച്ചിങ് ക്ലാസ് എടുത്താലും ഒരുപാട് ക്ലാസ്സസ് കണ്ട് റെക്കോർഡ് ക്ലാസ്സസ് ഇങ്ങനെ കണ്ട് പോയിട്ട് കാര്യമില്ല. ക്ലാസ് കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ ആ ഒരു ക്ലാസ് പഠിക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് വന്നിരിക്കുന്നത്, അതിനൊരു സൊല്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവിൽ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിന്റെ ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്, മാത്സ് ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ലൈവിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് കണ്ടു, ആ ക്ലാസ് കണ്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ സെൽഫ് ഇവാലുവേഷൻ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ Day 2 എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ പോവുള്ളൂ. അല്ലാതെ വെറുതെ ക്ലാസ് കാണാൻ എല്ലാവർക്കും പറ്റും. ക്ലാസ് ഇങ്ങനെ നമ്മൾ കണ്ട് പോയിട്ട് കാര്യമില്ല. അതിനെന്ത് വേണം, ഡെയിലി ക്ലാസ് കണ്ട് റെഗുലർ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് അതിന്റെ ഒരു സെൽഫായിട്ടുള്ള അസസ്മെന്റ് നമുക്ക് വേണം, അല്ലെ? പിന്നെ അതുപോലെ ഡിസിപ്ലിൻ, എല്ലാ ദിവസവും ഒരു കറക്റ്റ്, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും Day 1 സ്റ്റാർട്ട് ചെയ്തു, പിന്നെ Day 5 പോകരുത്. Day 1, Day 2, Day 3 അങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. പിന്നെ ഒരു വിഷയമാണ് നമ്മൾ ഓൺലൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽസും റീൽസും ഒക്കെ, അല്ലെ?
അപ്പൊ അതില് റീൽസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് യൂത്ത് ആണെങ്കിൽ നമ്മൾ ആരും യൂസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പം എക്സാം അടുക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ റീൽസ് കാണാനായിട്ട് ഒരു 10 മിനിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ആ 10 മിനിറ്റ് ആണോ നമ്മൾ റീൽസ് കാണാനായിട്ട് ഇരിക്കുന്നത്? അല്ല, നമ്മുടെ തലയിൽ നമുക്ക് ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. മറിച്ച് ആ ടൈമിൽ നമ്മൾ ഇപ്പൊ PDF വായിക്കാനോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം ഫോണിൽ മോക്കൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ എത്ര പേര് ശ്രമിക്കാറുണ്ട് അല്ലെ? ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടാവും ഈ ഓൺലൈൻ. അപ്പൊ അതിന് നമ്മുടെ ആപ്പിൽ വെച്ച് നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് നിങ്ങളുടെ മെന്ററിനോട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ മെച്ചം വെച്ച് നോക്കുമ്പോൾ ഫീസ്, നമ്മളൊരു 1 ഇയർ PSC പഠിക്കുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പം, എസ്പെഷ്യലി ഇങ്ങോട്ടെ ഓൺലൈനിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ശരിക്കും ഒരു കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പകുതിയുടെ പകുതി നമുക്ക് ആ ഫീസ് ഓൺലൈനിൽ 1 ടൈം മാത്രമേ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്താവുന്നത്, അഡീഷണൽ നിങ്ങൾക്ക് വണ്ടി കാശ് ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. ടൈമും അതുപോലെ എമൗണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലാഭം എപ്പോഴും എന്ത് തന്നെയാണ്, ഓൺലൈൻ തന്നെയാണ് അല്ലെ? ഓൺലൈൻ ക്ലാസ്സസും അതുപോലെ ടൈം വെച്ചൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, അത് ഓൺലൈൻ്റെ തന്നെയാണ് അല്ലെ? പിന്നെ ഞാൻ പറയും പോലെ നമ്മളുടെ കൺസിസ്റ്റൻസി, നമ്മളുടെ ഒരു സ്വഭാവമാണ് നമ്മളെ ജോലിയിലേക്ക് എത്തിക്കുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൽ 12:30 എന്ത് കൊടുക്കാറുണ്ട്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക് ഓറിയന്റഡ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെയിലി മോക്ക് ടെസ്റ്റ്, നമ്മളൊരു സ്റ്റഡി പ്ലാൻ, അതായത് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത 150 ദിവസം 100 ദിവസത്തെ ടൈം ടേബിൾ പ്രകാരമായിരിക്കും നമ്മൾ ഓരോ എക്സാം അടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഡേ ചുരുക്കും. ഇപ്പൊ നമ്മളൊരു VFA 150 ആണെങ്കിൽ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 150 കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ഷോർട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നിങ്ങൾക്ക് തരും. അതുപോലെ ലാസ്റ്റ് 1 മന്ത് കംപ്ലീറ്റ്ലി നമ്മൾ റിവിഷൻ ആയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, റിവിഷൻ ക്ലാസ്സസ് നമ്മളിങ്ങനെ ലൈവിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് 1 മന്ത് നമ്മളൊരു രീതിയിലുള്ള ക്രാഷ് റിവിഷൻ മാത്രമായിരിക്കും നമുക്കതിൽ തരാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്ന റിവിഷനാണ്, ഒരു ടോപ്പിക്ക് ഞാൻ പറയാറുണ്ട് മാക്സിമം റിവിഷൻ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡേ 1 to ഡേ 5 ഡേ 10 ആവുമ്പോൾ ഡേ 9 വരെ നിങ്ങൾ എല്ലാ ദിവസവും എക്സാം ഉണ്ട്. ഡേ 1 to ഡേ 2 150 ഡേയ്സ് എക്സാം ഉണ്ട്. അതിനുശേഷം ഒരു 10 ഡേ ആവുമ്പോൾ 10ാമത്തെ ദിവസം നിങ്ങളെ കൊണ്ട് ഈ ഒരു OMR നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരും നിങ്ങൾക്ക് കേട്ടോ. നമ്മൾ പറയും മസ്റ്റായിട്ട് നിങ്ങൾ ഡേ 10 ആവുമ്പോൾ OMR ചെയ്യണമെന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 10 ഡേ ആവുന്ന സമയത്ത് നമ്മൾ OMR അയച്ചു കൊടുക്കും. നിങ്ങൾ ആ OMR ചെയ്യും. ഡേ 30 ആകുമ്പോൾ വീണ്ടും എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ തന്നെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ 3 വട്ടം റിവിഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ 3 വട്ടം നമ്മൾ ആ ഒരു ഏരിയാസ് നിങ്ങളെ കൊണ്ട് റിവിഷൻ ചെയ്യിപ്പിച്ച് ലാസ്റ്റ് നമ്മുടെ എക്സാമിന് 1 മന്ത് കംപ്ലീറ്റ് റിവിഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മളിവിടെ പറയുന്നത് കൺസിസ്റ്റൻസി ഉണ്ടാവാതെ അല്ലെങ്കിൽ ബ്രേക്ക് ആവാതെ നോക്കണം എന്ന് തന്നെയാണ്. ഓഫ്ലൈനിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് എന്തുണ്ടാവും, നമ്മൾ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിനേക്കാൾ വ്യത്യസ്തമായിട്ട് സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊടുത്തത് എഫേർട്ടാണ്. നിങ്ങൾക്കറിയാം ഡെയിലി എക്സാം ഇത്ര ചെയ്യാന്നുള്ളത്, ഇത്ര സ്റ്റുഡൻസിന് മെന്റർഷിപ്പ് ചെയ്യാന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളത് ഇതുവരെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൺലൈനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, AZB അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കിനി വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, അതുപോലെ ബെവ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LDC, മിഷൻ LDC, അതുപോലെ LGS, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ സെയിം പാറ്റേൺ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഓഫ്ലൈനും ഓൺലൈനും വെച്ച് നോക്കും. ഓഫ്ലൈൻ പോയി പഠിക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നമ്മളിപ്പോൾ ഓഫ്ലൈൻ പഠിക്കുമ്പോൾ എവിടെ പോകുമ്പോൾ 100 ചോദ്യം ഉണ്ടാവും. അപ്പോൾ അവർ നമ്മൾ PSC ആണ്, അപ്പോൾ ഇവരെ പറയും 2-3 വർഷമായിട്ട് PSC പഠിക്കുന്നത്, എന്താ ഇതൊരു ജോലി ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ആരെ അറിയിക്കാതിരിക്കുക, ആരോടും പറയണ്ട. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലുത്. ഓക്കെ, ഡെയിലി നിങ്ങൾ പഠിക്കുക, ബ്രേക്ക് വരാതെ പഠിക്കുക. ഓൺലൈനിൽ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊരു പേപ്പർ ഡൗണിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഈ ജീവിതം തന്നെ ജീവിച്ചാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.